Are you ready to master funding and unlock new opportunities? Scan this QR code for details on our exclusive Funding Mastery program and explore more transformative programs on our website. Don't miss your chance to elevate your financial journey and start your path to success. Hi, welcome everyone. ഇന്നിപ്പോൾ ഞാൻ ഈ വാട്സപ്പിൻ്റെ ഫണ്ടിങ് ജേർണിയെക്കുറിച്ച് അതാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന ഒരു സംഭവമാണ്. വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ എങ്ങനെയാണ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ബ്രിയാൻ ആക്ടൻ ആൻഡ് ജാൻ കൗ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലോബൽ മെസ്സേജിങ് പ്ലാറ്റ്ഫോമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അത് പതിയെ വേൾഡ് വൈഡായി. അപ്പോൾ അതിങ്ങനെ ആൾക്കാർ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത്, സിംപ്ലിസിറ്റിയാണ് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തത്. പിന്നെ അവർ ഈ SMS ഫീസും SMS-ലുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതിൻ്റെ പ്രൈവസി ഇഷ്യൂവും അതിന് ആൾക്കാർക്ക് അയക്കാനുള്ള ബുദ്ധിമുട്ടും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അതിനൊരു സെക്യൂർഡ് ആപ്പായിട്ടാണ് ഇവർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ഫ്രീലി എന്നുള്ളതായിരുന്നു, ആൻഡ് വിത്തൗട്ട് ആഡ്സ്, അഡ്വർടൈസ്മെൻറ്റ് ഒന്നുമില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ഫ്രീലി എന്നുള്ളതായിരുന്നു അവരുടെ മോട്ടീവ്. അപ്പോൾ അവർ നല്ല ചാലഞ്ചസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടപ്പിൽ. അപ്പോൾ ചാലഞ്ചസ് അവർ നേരിട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഇയർലി സ്റ്റേജിൽ തന്നെ അവർ ഇത് കൊടുത്തപ്പോൾ സിംപ്ലിസിറ്റി കൊണ്ടാണ് ഒരു ട്രാക്ഷൻ, പെട്ടെന്നൊരു റിസൾട്ട് അവർക്ക് കിട്ടാനായിട്ട് തുടങ്ങി. പിന്നെ അത് വേർഡ് ഓഫ് മൗത്ത് ഓരോരുത്തർ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞൊരു ഇയർലി സബ്സ്ക്രിപ്ഷൻ മോഡലൊക്കെ ചെയ്ത് നോക്കി. പിന്നെ പ്രൈവസിയും സിംപ്ലിസിറ്റി ആയിരുന്നു ഇവരുടെ ഏറ്റവും വലിയ. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ഫണ്ട് റൈസിങ് അവിടെയും ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെക്കീന തന്നെയാണ് പിന്നെ അവരെ ആദ്യം സഹായിച്ചത്. 8 മില്യൺ ആണ് ആദ്യത്തെ ഫണ്ട് 2011. അത് കഴിഞ്ഞ് പിന്നെ 2013 അവർക്ക് 50 മില്യൺ അവിടെ ഫണ്ട് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ ഇവർക്ക് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഏജൻസീസ് വീണ്ടും ഇവരെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരെ ഈ പ്രൈവസിക്കകത്തും പിന്നെ തന്നെയല്ല ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്നുള്ള ഇതും എല്ലാം വെച്ച് നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഗ്ലോബലി ഹിറ്റാകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് ഓർഗാനിക്കായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്ത് 2013 ആയപ്പോൾ 400 മില്യൺ യൂസേഴ്സായി. അപ്പോൾ പ്രത്യേകിച്ച് ഈ SMS എല്ലാം ഉള്ള സ്ഥലത്ത് തന്നെയാണ് 400 മില്യൺ. അപ്പോൾ തന്നെയല്ല ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല, വളരെ റിലയബിളാണ്. അങ്ങനെ ഇവർ ഏതാണ്ട് 2014 ഇവർ യൂണിക്കോണായി. 2014 യൂണിക്കോണായി. അപ്പം പിന്നെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത ഗ്രോത്തായി. അത് കഴിഞ്ഞ് അടുത്ത വർഷങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി കണ്ടിട്ട് ഫേസ്ബുക്ക് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടവരെ വീണ്ടും പെർസ്വേഡ് ചെയ്ത് $19 ബില്യൺ ഈ കമ്പനി അവർ അക്വിസിഷൻ നടത്തി. അപ്പോൾ അന്ന് ലാർജസ്റ്റ് ടെക് അക്വിസിഷൻ ആയിരുന്നു. അപ്പോൾ ഒരു ഹിസ്റ്റോറിക് റിട്ടേൺ ആണ്. ഇതിനകത്ത് ഈ സെക്കോനയ്ക്ക് പോലും നല്ല ഇതിനകത്തെല്ലാം ഭയങ്കര റോളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഫ്യൂച്ചർ വിഷൻ, അപ്പോൾ ഇവർ വീണ്ടും ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്ക് കൂടുതൽ ഷെയറുകൾ ഫേസ്ബുക്കിനകത്തൊക്കെ ഷെയർസ് കിട്ടും. ഇപ്പോഴും ഫേസ്ബുക്കിൽ ഇവരുണ്ട്. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് വളർന്ന് റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിന് ചെറുതായിട്ടൊന്ന് താഴെ പോയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുതിച്ചു പൊങ്ങുക ചെയ്തത്. അപ്പോൾ ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനിൽ പ്രൈവസി, അഫോർഡബിലിറ്റി, പിന്നെ ഇപ്പോൾ അവർ അതിനകത്തോടെ തന്നെ AI വന്നു. പിന്നെ അത് വന്നപ്പോഴത്തേക്ക് ഇത് 2 ബില്യൺ യൂസേഴ്സിലോട്ടുമായി. അപ്പോൾ 2 ബില്യൺ യൂസേഴ്സ് എന്നൊക്കെ ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ വളരെ സെക്യൂർഡ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇനി അവരിൽ വരുന്നത് ഡിജിറ്റൽ കോമേഴ്സ് വരും അതിനകത്തോടെ. അതൊക്കെ ഭയങ്കര ഒരു കുതിച്ചാട്ടമായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ സിമ്പിൾ പ്രോഡക്റ്റൊക്കെ ആണെങ്കിലും ആക്ച്വലി ഈ ജാൻ ഗൗ ഒക്കെ എന്ന് വരുന്നത് അയാൾ റഷ്യയിൽ നിന്ന് വരുമ്പോൾ, റഷ്യ എന്നല്ല പിന്നെ ഉക്രൈനിൽ നിന്ന് വരുമ്പോൾ അയാൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തറ വൃത്തിയാക്കുന്ന ഇതാണ്. എന്നിട്ട് രാത്രിയിലാണ് പോയി ഇയാൾ പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിൽ നിന്ന് വന്നിട്ടാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ മാത്രം ഷെയർ നമ്മൾ അന്ന് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ പഴയ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, ഏതാണ്ട് 1,16,000 കോടി രൂപയാണെന്ന് ഈ ജാൻ ഗൗവിന് മാത്രം കിട്ടിയത്. അപ്പം അയാളുടെ ഷെയറായിട്ട് വ്യക്തിപരമായിട്ട് കിട്ടിയത്
16,000 കോടി. ഇന്ന് അതിൻ്റെ വില ഒരുപാട് വളർന്നു കാണും. കാരണം അതെല്ലാം ഫേസ്ബുക്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ ഇവർ ചെയ്തെന്ന് വെച്ചാൽ ഈ സ്റ്റേ ലേൺ ആൻഡ് ഫോക്കസ്ഡ് എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി. ഇത് ഡെലിവറി ചെയ്തിട്ട് അടുത്തതിലേക്ക് എടുത്ത് ചാടി പോവുകയല്ല. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും ഇതുപോലെ ഒരെണ്ണം സക്സസ്ഫുള്ളായി അത് അവിടെ നിർത്തിയിട്ട് നമ്മൾ അടുത്തതിൻ്റെ പുറകെ പോയി. ഇവരുടെ ഒരു എന്താണ് ഈ പ്രോഫിറ്റിനെ കഴിഞ്ഞും കമ്മിറ്റഡ് എന്ന് പറയുന്ന കോർ വാല്യൂ ആയിട്ട് കമ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഇവർ വാട്സപ്പിനകത്ത് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നേരത്തെയുള്ള വീഡിയോസിനകത്തും പറഞ്ഞു, 140-ലധികം ഫണ്ടുകൾ, അതായത് ബാങ്ക് അല്ലാതെ, ബാങ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് തരുവാണ്. ബിസിനസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ബിസിനസ്സിന് അസറ്റുകൾ എടുത്ത് ലേലം വിളിച്ച് കൊടുത്തിട്ട് ബാങ്ക് അത് ഈടാക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം ഏറ്റവും ലാസ്റ്റ് മാത്രമേ ബാങ്കിനെ നമ്മൾ നോക്കാവൂ. തന്നെയല്ല, ബാങ്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു സഹായവും കിട്ടുന്നില്ല. ബാങ്കിനൊരു ഇൻസ്പെക്ഷൻ വരിക ഇല്ല അതൊക്കെ പറയുന്നതല്ലാതെ ബാങ്കിൻ്റെ ഭാഗത്ത് നമുക്ക് സഹായവും ഇല്ലാണ്. പക്ഷേ നമ്മൾ പ്രൈവറ്റ് ഇക്വിറ്റി, അതായത് ഞാൻ ഈ പറയുന്ന മറ്റു ഫണ്ടുകളുടെ വഴിയെ പോകുമ്പോൾ 140 ഫണ്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, 140 വിവിധ ഫണ്ടുകൾ എന്നുള്ളതല്ല കേട്ടോ, 140 വിവിധ മെത്തേഡിലുള്ള ഫണ്ടുകൾ. ലൈക്ക് ഇപ്പം ഇസ്ലാമിക് ഫണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്, അറബ് ഫണ്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകളുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ഇക്വിറ്റി ഉണ്ട്. അതല്ലേ നമുക്ക് ചെയ്യാവുന്നത് ഏഞ്ചൽ ഫണ്ടിങ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വെഞ്ചർ ക്യാപിറ്റലൊന്നും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അപ്രൂവ് ചെയ്ത് നമുക്ക് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ നോക്കും. ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് തോന്നിക്കുന്നത് ഈ ഫണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ സ്റ്റാറ്റസാണ്. വീട്ടിലുള്ളത് സ്ഥലം വിറ്റിട്ട് ചെയ്യുന്ന പോലല്ല, ഫണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെ വലിയ സ്റ്റാറ്റസാണ്. അത് ഒരു സംഭവം. രണ്ടാമത്തെ ഇത്, നമുക്ക് ഇവരുടെ ഒരു സഹായം, ഇവരുടെ കണക്ഷൻ. ഇപ്പോൾ വേൾഡ് ഓവർ കണക്ഷൻസ് ഉള്ള ഫണ്ടറാണെങ്കിൽ, ജജാൻറ്റിക് ഫണ്ടറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ കണക്ഷനും ഇങ്ങോട്ട് പോരുവാണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ കേരളത്തിൽ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ കമ്മ്യൂണിറ്റി ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു സെക്ടറിൽ മാത്രമാണ് ഇയാൾക്ക് ബന്ധമുള്ളതെന്നുണ്ടെങ്കിൽ, ഫണ്ടർ ഒരു ഇസ്ലാമിക് ഫെയ്ത്തിലുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വരുവാണ്. അപ്പോൾ ഇനി ഒരു ഫണ്ടർ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെൽറ്റിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടും. പോളിറ്റിക്സ്, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫണ്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വരിക. ഈസ്റ്റ് ഇന്ത്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് മേഘാലയ, ആസാം, സിക്കിം ഇവിടത്തൊക്കെ ഉള്ള അവിടെ ഫണ്ട് ഈ പറഞ്ഞ പോലെ നല്ല പൈസ ഉള്ള ആൾക്കാരുണ്ട്, കൽക്കട്ട ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ നമുക്ക് ഫണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫണ്ട് കിട്ടുവാണെങ്കിൽ അവരുടെ സപ്പോർട്ട് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള സംഭവം. ഇപ്പോൾ നമ്മൾ ആന്ധ്രയിൽ നിന്നുള്ള ഫണ്ടാണെങ്കിൽ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും. തെലുങ്കാന ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ, നമ്മുടെ നാട്ടിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനോ അങ്ങോട്ട് പറിച്ചു നടുന്നതിനോ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫണ്ട് നമ്മൾ പല സ്ഥലത്തുനിന്ന് എടുക്കുന്നത് നമുക്കൊരു സെക്യൂരിറ്റിയും കൂടെയാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളായിട്ട് മാത്രം ബിസിനസ് തുടങ്ങിയാൽ വലിയ പ്രശ്നമാണ്. കാരണം നമുക്കൊരു ബിസിനസ് ഏതായാലും ഫ്ലറിഷ് ചെയ്തൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ്, ആൾ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ബിസിനസ്മാന് എന്തെങ്കിലും പെട്ടെന്നൊരു രോഗം വന്നില്ലെങ്കിൽ കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു, കുറച്ച് ദിവസം ഹോസ്പിറ്റലായി, അപ്പോൾ അതോടുകൂടി ബിസിനസ്സിന് തകർച്ചയിലേക്ക് പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ടീമായിട്ട് വേണം ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 5 പേരോ 7 പേരോ ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത റൂളുകൾ ഫിക്സ് ആക്കണം. ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മോഡൽ. കാരണം ഒരാളില്ലാത്ത കഴിവ് മറ്റാളിൽ കാണും, ഒരു ടീമായിട്ട് പോകും. ഇവർ തങ്ങളിൽ ഉരയ്ക്കാതിരിക്കാനായിട്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്തുള്ള ആൾക്കാർ കുറച്ചൊരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും മറ്റും അറ്റൻഡ് ചെയ്യണം. അത് ഈ ഫണ്ടേഴ്സ് ആണെങ്കിൽ അവർ പറയും, നിങ്ങളുടെ സോഷ്യൽ സ്കിൽസുകൾ, നിങ്ങളുടെ പ്ലാനിങ് സ്കിൽസ്, ഇങ്ങനെയുള്ള ബഡ്ജറ്റിംഗ് സ്കിൽസ്, ഇതൊക്കെ നിങ്ങൾ അക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ തന്നെ നമ്മളെ നിർബന്ധിച്ച് അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടും വളർത്താനായിട്ടും അവർ കൂടെ നിന്ന് വളരും. അപ്പം നമ്മൾ ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് സിലിക്കൺ വാലിയിലേക്ക് ഒത്തിരി ബിസിനസ്സിന് വേണ്ടി ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്ന റീസൺ എന്താ? സിലിക്കൺ വാലിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സർവീസസ് എല്ലാം, ഇപ്പം ഞാൻ സെക്വയ സർവീസ് മാത്രമല്ല, സെക്വയ ക്യാപിറ്റൽ മാത്രമല്ല, വേറെ ഒരുപാട് സംഭവമുണ്ട്, ബ്രാൻഡിങ് മുതലായിട്ടുള്ള ഈ സർവീസുകളെല്ലാം നമുക്ക് അഫോർഡബിൾ ഇതിനകത്ത് കൈ എത്തുന്നിടത്ത് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്നത്, ഇതൊക്കെ കുറച്ചെങ്കിലും കിട്ടുന്നത് ബാംഗ്ലൂർ മാത്രമാണ്. ഓക്കെ,
അപ്പോൾ ഈ സർവീസസ് കിട്ടുന്നതനുസരിച്ചാണ് ഇപ്പോൾ ഈ ഫണ്ടിങ്ങിൻ്റെ സർവീസസ് ഏതാണ്ടൊരു 40-40ഓളം ഈ ഫണ്ട് എടുക്കാൻ സഹായിക്കുന്ന സെക്വോയ ക്യാപിറ്റലിനെ പോലെ, സെക്വോയയ്ക്ക് ഇന്ത്യയിലും ബ്രാഞ്ചുണ്ട്. അപ്പോൾ പക്ഷേ അവരൊക്കെ ഡീൽ ചെയ്യുന്ന വലിയ വമ്പന്മാരാണ്, ഇതിൽ അത്ര ഇതായിട്ടുള്ള. അപ്പോൾ ഏറ്റവും നല്ലത് അവരെ കൊണ്ടുപോകും, സോഫ്റ്റ് ബാങ്കും ഒക്കെ കൊണ്ടുപോകും. എന്നാലും ഈ ഇന്ത്യയിൽ ഇത് ചെയ്യുന്ന ഒരു 40 സ്ഥാപനങ്ങൾ എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ഇവരുമായിട്ട് അടുക്കണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കിത് എടുത്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അവർ പറയുന്നത് നമുക്ക് ഇന്ന കാര്യങ്ങൾ നടത്തി ഇന്ന മോഡിഫിക്കേഷൻസ്, മേ ബി നമ്മൾ മൊത്തം ഉണ്ടാക്കിയതിനകത്ത് ഒരു 5% ഒക്കെ മോഡിഫിക്കേഷൻ നടത്തി ഫണ്ടിന് എലിജിബിൾ ആണ്, വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരാം. പക്ഷേ ഒന്നുമില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അപ്രോച്ച് ചെയ്യേണ്ട രീതികൾ, അപ്പോൾ ഞാൻ പറഞ്ഞു 140 വിവിധ ഫണ്ടുകളാണ് നമ്മളിതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം ഞാനുമായിട്ട് വന്നിരുന്ന നേരിട്ട് ഇത് നിങ്ങൾക്ക് കൂടെ ഇരുന്ന് തന്നെ, അപ്പോൾ കൂടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം, പിന്നെ നമ്മൾ ഫിസിക്കലായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു നേട്ടം, ഈ സമാനമായ നല്ല ബിസിനസ്സുകാരെല്ലാം കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അവരും എല്ലാമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫുൾ സ്യൂട്ടിൽ വരണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ആ പ്രോട്ടോക്കോൾ എല്ലാം പഠിച്ചിരിക്കണം. കാരണം നമ്മൾ വീണ്ടും ഫണ്ടിങ്ങിനൊക്കെ പോകേണ്ടതായിട്ട് വരുമ്പോഴെല്ലാം നമ്മൾ ഇങ്ങനെയാണ് പോകേണ്ടത്. അതുകൊണ്ട് ആ ഒരു ഡെക്കോറും ആ ഒരു രീതിയും മാനേഴ്സും എല്ലാം പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കഴിക്കുക, ടേബിൾ മാനേഴ്സ് നമുക്കറിയാമായിരിക്കും. പക്ഷെ എന്നാലും ചെറിയ കുറവുണ്ടെങ്കിൽ ഒരാൾക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം പ്രശ്നം പറ്റരുതല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് ഇഷ്യൂ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫണ്ടിങ്ങിന് വരുമ്പോഴത്തേക്കും ഫുള്ളി നിങ്ങൾ ഗ്ലോബലി ഫണ്ടിങ്ങിന് പോകുന്ന ആളെ പോലെ ഡ്രസ്സ് ചെയ്യണം, ഫുഡ് മാനേഴ്സൊക്കെ കീപ്പ് ചെയ്യണം. തന്നെ പഴയതുപോലെ അല്ല, നമ്മുടെ ആൾക്കാർ ഒരുപാട് പേര് ഈ ഫണ്ട് ശേഖരിച്ച് തന്നെ ബിസിനസ് പടുത്തുയർത്തുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കഴിയട്ടെ, നമുക്ക് പെട്ടെന്ന്. പക്ഷേ ദിവസങ്ങൾ താമസിച്ച് ലാസ്റ്റ് ഓടി വന്നു കഴിഞ്ഞ് ഞാൻ ഹെൽപ്ലെസ് ആയി പോകും. ഇപ്പം തന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള ഹോട്ടൽ റൂമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം, അത് ഉറപ്പ് വരുത്തുക ആദ്യം. ഓൾ ദി ബെസ്റ്റ്.